അതെ, മദർ ഇൻ ലോ സമ്മതിക്കുന്നില്ല, ഫാദർ ഇൻ ലോ സമ്മതിക്കുന്നില്ല ജോലിക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെയല്ലേ അത് ചൂസ് ചെയ്തെടുക്കേണ്ടത്, നിങ്ങളുടെ പ്രൊഫഷൻ. മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയുടെ കയ്യിലേക്ക് നിങ്ങളുടെ പ്രൊഫഷൻ്റെ ചോയ്സ് കൊടുക്കുന്നതിനാണ്. അതെന്തുകൊണ്ടാണ് ഹസ്ബൻഡ്സൊക്കെ അതിന് എന്താ പറയുക അനുവദിച്ചു കൊടുക്കുന്നത്? സ്വന്തം അച്ഛനും അമ്മയും ഭാര്യയുടെ പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് നീ ഇപ്പം ജോലിക്ക് പോകണ്ട, നാളെ പോകണ്ട, മറ്റന്നാൾ പോകണ്ടെന്ന് തീരുമാനിക്കുക. ഇത് തന്നെ നിങ്ങളൊന്ന് നിർത്തി നോക്കൂ. ഭാര്യ ഭർത്താക്കന്മാരോടാണ്, എനിക്ക് ജോലിക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ പോയിരിക്കണം. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോയി അതിൻ്റേതായ സെറ്റപ്പുകളൊക്കെ കൊടുക്കണം അവർക്ക്, അവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നിട്ട് ജോലിക്ക് പോകണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നല്ല ജോലികളൊക്കെ കളഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മയും നോക്കാൻ വന്നിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മക്കൾ നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ ശരിയാക്കൂ. എന്നിട്ട് നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നാൽ പൈസ കൊടുക്കാനോ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യില്ലേ? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എനിക്ക് അങ്ങനെ DM-ൽ വന്ന് കരയുന്ന ആൾക്കാരോട് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ കൺസിഡറേഷനും തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ അത് വലുതാക്കി കൊണ്ടുവരികയാണെങ്കിൽ യു വിൽ ഹാവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അല്ലാതെ അവർ കുത്തുവാക്ക് പറയുന്നു, ഒരു പൈസയും ഇല്ല, ഡൗറി ഇല്ല എന്നൊക്കെ പറയുന്നു, ജോലിക്കും പോയില്ല എന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? വെൻ യു ആർ ട്രെയിൻ ടു ഡു സംതിങ്, ഡു ദാറ്റ്. എന്തൊക്കെ ഹേർഡിൽസ് വന്നാലും പ്രൊഫഷനെ നേരെയാക്കി എടുക്കൂ. പ്രൊവൈഡഡ് യുവർ പാർട്ട്ണറും നിങ്ങളും ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തൃണവൽഗണിക്കൂ. അല്ലാതെ വന്നിരുന്ന അയ്യോ അവർ സമ്മതിക്കണില്ല, എങ്ങനെ പോവും, അങ്ങനത്തെ ആൾക്കാരാ. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അവരെങ്ങനത്തെ ആൾക്കാർ വേണമെങ്കിലും ആയിക്കോട്ടെ, യു ഡു യുവർ പാർട്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ പെൺകുട്ടികളോട്.